പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ത്രിയേക ദൈവത്തെ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോനാഥ, ഇന്ന് ഞങ്ങളെ എല്ലാവരെയും ഈശോയുടെ കൃപയ്ക്കുള്ളിൽ പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ കാത്തു പരിപാലിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളെ സകലവിധ അപകടങ്ങളിൽ നിന്നും ദുഷ്ടശത്രുക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഭൗതികമായ എല്ലാ ആവശ്യങ്ങളിലും ഈശോയുടെ കൃപ കൂടെയുള്ളതിനെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, ഇന്ന് പ്രഭാതത്തിൽ ദിവ്യബലിയിൽ പങ്കുകാരാകുവാനും അനേകം മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ഈശോപ്പാ, ഞങ്ങളിതാ ഉറങ്ങുവാൻ പോകുന്ന നല്ല ഉറക്കം തന്ന് അനുഗ്രഹിക്കണമേ. ഒരു ദുർസ്വപ്നങ്ങൾ കാണാനിടയാകാതെ വണ്ണം കാത്തിടണമേ. ഒരു അന്ധകാര ശക്തികളോ പൈശാചിക തന്ത്രങ്ങളോ ഒരു വിഷജന്തുക്കളോ ഒരു പ്രാണികളോ ഞങ്ങളെ ആരെയും ഉപദ്രവിപ്പാൻ ഇടയാക്കാതെ അവിടുത്തെ ആത്മാവിനാൽ കാത്തിടണമേ അപ്പാ. ഒരു കള്ളന്മാരോ ഒരു അക്രമികളോ ഞങ്ങളുടെ ഭവനങ്ങളിലോ കാമ്പൗണ്ടുകളിലോ കടന്നു വരുവാനോ നോട്ടം വയ്ക്കുവാനോ ഇടവരാതെ വണ്ണം അവിടുത്തെ മാലാഖമാരാൽ കോട്ട കെട്ടി സംരക്ഷണം തരണമേ നാഥ. ഞങ്ങൾ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇപ്പോൾ വിശുദ്ധീകരിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ ആരെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റണമേ നാഥ. നമുക്കിപ്പോൾ ഒരു തിരുവചനം വായിക്കാം. തിരുവചനം കിടക്കയിലിരുന്ന് 5 മിനിറ്റ് നേരം ധ്യാനിക്കാം. നാളെ ഒരു നല്ല ദിവസം നമുക്ക് ദൈവം ഒരുക്കുന്നെങ്കിൽ നല്ല ദിനമായിരിക്കാൻ പ്രാർത്ഥിക്കാം. കിടക്കയുടെ 4 ചുറ്റും കുരിശടയാളം വരയ്ക്കണം. ഈശോയുടെ കുരിശിൻ്റെ പീഡകളെ ഓർത്ത് നാം ഈശോയ്ക്ക് നന്ദി അർപ്പിക്കണം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നും 5-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ, ഒരുവൻ മറ്റൊരുവനും വിരോധമായി പിറുപിറുക്കരുത്. ന്യായാധിപൻ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെ ക്ഷമയുടെ മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇതാ പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു. ജോബിൻ്റെ ദീർഘസഹനത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് അവസാനം അവനോട് എന്ത് ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യവും ഉള്ളവനാണെന്നും നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ സഹോദരരെ, സർവോപരി നിങ്ങൾ ആണയിടരുത്. സ്വർഗത്തെക്കൊണ്ടും ഭൂമിയെക്കൊണ്ടും മറ്റൊന്നിനെ കൊണ്ടും അരുത്. ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ അതെ എന്ന് പറയുമ്പോൾ അതെ എന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നുമായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം. കർത്താവ് ഇന്ന് നമുക്ക് തന്ന എല്ലാ നന്മകളെയും ഒന്നും കൂടി ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ആമേൻ.